ദീനിനെ യഥോചിതം മനസ്സിലാക്കിയ ഏക പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം മാത്രമാണ്. ഞങ്ങൾ മുൻഗാമികളായ ഇമാമിങ്ങളെ കിതാബ് തിരിക്കുന്നു. നിങ്ങൾക്ക് കിതാബ് അറിയില്ല, നിങ്ങൾക്ക് ഖുർആന്റെ അർത്ഥം അറിയില്ല, നിങ്ങൾക്ക് ഹദീസിന്റെ അർത്ഥം അറിയില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ശൈഖിനെ പ്രതിഷ്ഠിച്ച മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. നിങ്ങളുടെ ആശയം ഇൻഷാ അല്ലാഹ് നിങ്ങളെ പുസ്തകം വെച്ചിട്ട് നശിപ്പിക്കും. അതിനാണ് ജീവിതം. ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. ഇതിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇസ്ലാമിന്റെ ശത്രു മുസ്ലിങ്ങളാണ്. അതിൽ സുന്നി പ്രസ്ഥാനമാണ് ഇസ്ലാമിന്റെ. നേരത്തെ പറഞ്ഞ നുണയല്ലപ്പോ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ജാഗ മുഹമ്മദ് മൗലിദ് കെട്ടുകഥയാണ് നമ്മൾ പറഞ്ഞത്. കല്യാണം തുടങ്ങിയിട്ടുണ്ട്. ചോര പൊട്ടി സഹോദരനെ കൊണ്ടുവരുന്ന കുറച്ച് വെള്ളം കുടിക്കും. വിദഅത്ത് ശിർക്കിനെ എതിർക്കുന്ന ആളുകൾക്ക് ഈ തക്ക അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് നാം പലവട്ടം കണ്ടതാണ്. കാഞ്ഞങ്ങാട് മുഖാമുഖമാണ് കാണുന്നത്. ആരും തന്നെ ബഹളമുണ്ടാക്കരുത്, ആരും തന്നെ ബഹളമുണ്ടാക്കരുത്. ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇവിടെ സ്റ്റേജിലുണ്ട്. അവരിതാ നിങ്ങളോട് നിർദ്ദേശം നൽകുന്നു. ഖുർആൻ പറഞ്ഞതെത്ര ശരി. നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, നിങ്ങൾ ദുർബലരായിത്തീരും, നിങ്ങളുടെ വീര്യം നശിച്ചു പോകും. സ്പെയിനിന്റെ ദാരുണമായ പതന ചരിത്രം നമ്മെ നൊമ്പരപ്പെടുത്തുന്നതോടൊപ്പം നമുക്ക് താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട്. അനൈക്യവും ഛിദ്രതയും പരസ്പര കലഹവും ഒറ്റുകൊടുക്കലുകളുമാണ് സ്പെയിനിനെ തകർത്തത്. കേരളീയ മുസ്ലിങ്ങൾക്കിടയിലെ ഭിന്നതയുടെ പരിണിത ഫലവും ദുരന്തപൂർണമായ തകർച്ചയായിരിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സ്പെയിനിന്റെ തകർച്ചയുടെ ചരിത്രവും മുസ്ലിം കേരളത്തിന്റെ വർത്തമാനവും തമ്മിൽ അമ്പരപ്പിക്കുന്ന സമാനതകളാണുള്ളത്. പരസ്പരം കലഹിച്ച സ്പെയിനിലെ നാട്ടുരാജ്യങ്ങളുടെ സ്ഥാനത്ത് കേരളത്തിലെ മതസംഘടനകളെ നിർത്തി നോക്കിയാൽ പല സാദൃശ്യങ്ങളും കാണാം. പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ മുമ്പിൽ നടക്കൂല മൗലവി. വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ബോധം നിങ്ങൾക്ക് വേണം. സാധാരണ തെരുവ് പ്രസംഗമുണ്ടല്ലോ, അങ്ങാടികളിലെ കളവ് പറയലുണ്ടല്ലോ, നടക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സുദർശനേക്കാളൊക്കെ പാപികൾ ഇവിടുത്തെ സക്കാഫിമാരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ഗൗരവമായിട്ട് പറയാം. ഇവിടെ ഇസ്ലാമിന്റെ, കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിന്റെ മുഖ്യ ശത്രു AP സുന്നികളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത് ഞാൻ പരസ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഇപ്പൊ പറയാറുണ്ട്. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തിലരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തുഞരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം.
കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കേട്ടില്ല നിങ്ങൾ? ഇവരുടെ പണ്ഡിതന്മാരൊക്കെ വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനാണ് എന്ത്? മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് മുരണ്ടി കൊല്ലണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത് മനുഷ്യനാണ്, ഇരുകാലി ജീവി. ഇയാൾ മനുഷ്യഗണത്തിൽ പെടും. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. നമസ്കാരത്തിന് ശേഷമുള്ള സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് ഈ മുഅദ്ദിൻ അറിയുന്നത് എത്ര ഓതനെന്ന്. എന്താ ഇതിന്റെയൊക്കെ കഥ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താത്ര പടച്ചോനെ തമ്പുരാനെ. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. മതസംഘടനകൾ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുക എന്ന അടിസ്ഥാനപരമായ ദീനീ തത്വം വിസ്മരിച്ചിരിക്കുന്നു. ഇസ്ലാം സംഘടനകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുകയും ദുർവ്യാഖ്യാനിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഓരോ കക്ഷിയും തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിനെ വീതം വയ്ക്കുകയുമാണ്. സംഘടനാവൽക്കരിക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ. സംഘടനാ വിശ്വാസം പലപ്പോഴും അള്ളാഹുവിലും പ്രവാചകനിലുമുള്ള വിശ്വാസത്തിനും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. ദീനിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും താൽപര്യങ്ങളും സംഘടനാ താൽപര്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ദീനിനും ഉമ്മത്തിനും പ്രഥമ പരിഗണന നൽകാൻ സാധ്യമാവുന്നുണ്ടോ എന്ന് നേതാക്കളും അണികളും ചിന്തിക്കേണ്ടതുണ്ട്. ലോക മുസ്ലിങ്ങൾ എന്നാൽ ഇന്തോനേഷ്യ 20 കോടി, പാകിസ്ഥാൻ 17 കോടി, ബംഗ്ലാദേശ് 14 കോടി, ഇന്ത്യ 16 കോടി, ഈജിപ്ത് 7 കോടി, നൈജീരിയ 4 കോടി, അഫ്ഗാനിസ്ഥാൻ 2 കോടി, സൊമാലിയ, അൾജീരിയ, ഇറാൻ, ഇറാഖ്, ലിബിയ, അസർബൈജാൻ, മൊറോക്കോ, തുർക്കി എന്നിങ്ങനെ 150 കോടി മുസ്ലിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നു. From Nigeria, from Islamabad. From Egypt. Indonesia. Morocco. From Palestine. China. Bangladesh. Japan. 40-ലേറെ മദ്ഹബുകളും ഉപമദ്ഹബുകളും ആരാധന, ജീവിത രീതി, സംസ്കാരം തുടങ്ങി എല്ലാ കാര്യത്തിലും പ്രകടമായ അന്തരം ഇവരിൽ കാണാം. എന്നാൽ എല്ലാവരും ദൈവിക പാശത്ത് മുറുകെ പിടിച്ച് മുസ്ലിമായി ജീവിക്കുന്നു. അടിസ്ഥാന വിശ്വാസങ്ങളും ആധാരമാക്കുന്ന പ്രമാണങ്ങളും ഒന്നുതന്നെ. ഒരുമയോടെ ജീവിക്കാൻ ഇത് തന്നെ ധാരാളമല്ലേ? കേരളീയ മുസ്ലിം സംഘടനകളിൽ ഇന്ന് നാം കാണുന്ന അനാരോഗ്യ പ്രവണതകൾ അവസാനിപ്പിച്ച് സഹവർത്തിത്വത്തോടെ പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. tentang Nabi kita agar engkau kenal Nabi-Mu sendiri. Sallallahu